15 വർഷത്തിലേറെയായി തകർന്നു കിടക്കുന്ന ചെറുകോൾ ശാസ്താംപടി റോഡ് നവീകരിക്കാത്തതിൽ നാട്ടുകാരുടെ പ്രതിഷേധം. കായംകുളം തിരുവല്ല സംസ്ഥാന പാതയെയും തട്ടാരമ്പലം മാന്നാർ റോഡിനെയും ബന്ധിപ്പിക്കുന്ന ചെന്നിത്തല തൃപ്പൂണിത്തുറ പഞ്ചായത്തിലെ പ്രധാന പാതയായ ചെറുകോൾ ശാസ്താംപടി റോഡാണ് തകർച്ചയിൽ കിടക്കുന്നത്. മാവിലേത്ത് ജംഗ്ഷൻ മുതൽ ചാല മഹാദേവ ക്ഷേത്രം വരെയുള്ള തകർന്നു കിടക്കുന്ന ഭാഗം പുനർനിർമ്മാണം നടത്താത്തതിലാണ് നാട്ടുകാർ ഒന്നടങ്കം പ്രതിഷേധവുമായി രംഗത്തിറങ്ങിയിരിക്കുന്നത്. ഈ കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഈ ഗുരുമന്ദിരത്തിന്റെ വാർഷികമായിരുന്നു. അതിന്റെ മുന്നോടിയായി ഡിസംബറിൽ ഞാൻ പഞ്ചായത്ത് ലെറ്റർ കൊണ്ട് കൊടുത്തു. ശാഖയുടെ പേരിൽ അവർ ഈ റോഡ് ചെയ്തു തരാമെന്ന് പറഞ്ഞു. അതിന്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലെ പൈസ അനുവദിച്ചെന്ന് പറഞ്ഞു. പക്ഷെ അത് ഇവിടുത്തെ വാർഡ് മെമ്പറുടെ കഴിവ് കുറവുകൊണ്ട് ലാപ്സായി പോയി. 3 വാർഡ് മെമ്പർമാരുടെ അതും ഒരേ ഒരു പാർട്ടി BJP അവരുടെ കഴിവ് കുറവുകൊണ്ടാണ് ഞാൻ പറയത്തുള്ളൂ. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിലെ ഈ 3 വാർഡും എല്ലാ ആളുകളും വോട്ട് ബഹിഷ്കരിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്, മുഴുവൻ ജനങ്ങളും. കൂടാതെ ഇനിയും ഇതും മുന്നോട്ട് പല സമര പരിപാടികളും മുന്നോട്ട് വരുന്നതായിരിക്കും. എത്രയും വേഗം റോഡ് സഞ്ചാരയോഗ്യമാക്കിയില്ലെങ്കിൽ വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കുവാനാണ് നാട്ടുകാരുടെ തീരുമാനമെന്ന് NSS കാര്യയോഗം പ്രസിഡന്റ് പ്രഭാകരൻ നായർ, SNDP യോഗം ശാഖാ പ്രസിഡന്റ് പങ്കജാക്ഷൻ, ജോൺ ബെഹനാൻ, തോപ്പിൽ ജോൺസൺ കറുകത്തറയിൽ, സജി മേച്ചേരിൽ, കോമളൻകുറ്റിയിൽ, ബേബി മാത്യു കല്ലിക്കാട്, ബീന എന്നിവർ പറഞ്ഞു. ബുദ്ധിമുട്ടാണ്. പല അപകടങ്ങളും ഞങ്ങൾ കൺമുമ്പിൽ കാണുന്ന, ഞങ്ങൾ ഓടി വന്നവരെ ആൾക്കാരെ പൊക്കി വിടുന്നത്, എണ്ണീപ്പിച്ച് വിടുന്നതും അല്ല. അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് എന്തെങ്കിലും ഇതിനൊരു പരിഹാരം ഉണ്ടാക്കിയെങ്കിലേ പറ്റത്തുള്ളൂ. ചെറുകോ മുതൽ നമ്മുടെ ശാസ്താംപടി വരെയുള്ള റോഡാണ്. ദയനീയമായ അവസ്ഥ നമ്മൾ കണ്ടു മടുത്തു. പല ആളുകൾ വൈകുന്നേരങ്ങളിൽ പോകുന്ന, രാത്രി കാലങ്ങളിൽ പോകുന്ന സമയത്ത് വെള്ളക്കെട്ടിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് കുഴി ഏതാ നമുക്ക് അറിയാൻ പറ്റത്തില്ല. എന്റെ വീട് തൊട്ടടുത്ത് തന്നെയാണ്. വൈകല്യമുള്ള ആൾക്കാർ വരെ ഇവിടെ ഉണ്ട്. അവർ പോലും റോഡിൽ കൂടെ സൈഡിൽ കൂടെ പോകുന്ന സമയത്ത് തന്നെ വീഴുന്നതായിട്ട് അവസ്ഥ നമ്മൾ കണ്ടിട്ടുണ്ട്. പല ആളുകളും ഇവിടെ വീഴുന്ന സമയത്ത് ഞാനും എന്റെ തൊട്ടടുത്ത അയൽവാസികളൊക്കെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. മഴ വന്ന ഫുൾ മഴക്കെട്ടാണ് ഇവിടെ. ബഹുമാനപ്പെട്ട ഈ ഇവിടെ കൂടിയിരിക്കുന്ന ഞങ്ങളുടെ ഈ നാട്ടുകാരാണ് ഇവിടെ കൂടെ നിൽക്കുന്നത്. കാരണം ഞങ്ങൾക്ക് അത്ര ദുസ്സഹ്യമായ ഒരു കാരണം കൊണ്ടാണ് ഞങ്ങളെ ഈ എരിപിരി കൊള്ളുന്ന വെയിലത്ത് ഇവിടെ ഇറങ്ങേണ്ടി വന്നത്. കാരണം ഞങ്ങൾ ഓരോ ദിവസം തോറും ഇതുവഴി നടന്നു പോകാൻ സ്കൂളിലെ കുട്ടികൾക്ക് പോകാൻ പറ്റുന്നില്ല, ദേവാലയങ്ങളിൽ പോകാൻ പറ്റുന്നില്ല, മറ്റ് മാർക്കറ്റുകളിൽ പോകാൻ പറ്റുന്നില്ല, വിവിധ ഹോസ്പിറ്റലുകളിൽ പോകാൻ പറ്റുന്നില്ല. വിവിധ കാര്യങ്ങൾക്കായിട്ട് ഒരുത്തർക്കും, 2 വീലറുകാർക്കോ കാൽനട യാത്രക്കാർക്കോ, സ്കൂളിൽ പോകുന്ന കുട്ടികൾക്കോ, 2 വീലറുകാർക്കോ 4 വീലറുകാർക്കോ ഒരു ആൾക്കാർക്കും ഒരു സ്റ്റാൻഡിൽ നിന്ന് ഓട്ടോറിക്ഷ പോലും വിളിച്ചാൽ വരത്തില്ല. ആർക്കും ദുസ്സഹ്യമായ രീതിയിലാണ് ഈ റോഡിന്റെ കിടപ്പ്. ചെന്നിത്തല തൃപ്പൂണിത്തുറ പഞ്ചായത്തിലെ 10 മുതൽ 13 വരെയുള്ള വാർഡുകളിലൂടെ കടന്നുപോകുന്ന 4 കിലോമീറ്റർ ദൈർഘ്യം വരുന്ന ചെറുകോൾ ശാസ്താംപടി റോഡിലെ ചാല മഹാദേവ ക്ഷേത്രം മുതൽ പടിഞ്ഞാറോട്ട് ശാസ്താംപടി വരെയുള്ള ഭാഗം 1 വർഷം മുമ്പ് പുനർനിർമ്മാണം നടത്തിയിരുന്നു. ചാല മഹാദേവ ക്ഷേത്രം മുതൽ കിഴക്കോട്ട് ചെറുകോൾ മാവിലേത്ത് ജംഗ്ഷൻ വരെയുള്ള ഭാഗം ഏറെ ദുർഘടാവസ്ഥയിലാണ്. SNDP 141 നമ്പർ പുത്തൻകോട്ടയ്ക്കകം ശാഖാഗുരുക്ഷേത്രം, സെന്റ് പീറ്റേഴ്സ് മാർത്തോമ പള്ളി, ചെറുകോൾ ശാസ്താക്ഷേത്രം, ചാല മഹാദേവ ക്ഷേത്രം എന്നിവിടങ്ങളിലേക്കുള്ള ഈ പ്രധാന റോഡ് തകർന്നു കിടക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. റോഡിലെ കുഴികളിൽ വീണ് ഇരുചക്രവാഹനക്കാർ അപകടത്തിൽപ്പെടുന്നത് പതിവാണ്. മഴയെത്തിയാൽ യാത്ര കൂടുതൽ ദുർഘടമാകും. തിരുവല്ല മുതൽ ഹരിപ്പാട് വരെയുള്ള പ്രധാന സ്കൂളുകളിലെ 15ഓളം ബസ്സുകൾ ഈ റോഡിലൂടെ കടന്നു പോകുന്നുണ്ടെന്ന് നാട്ടുകാർ പറഞ്ഞു. പൊതുജനപരാതി ഏറിയതോടെ ചെന്നിത്തല പഞ്ചായത്ത് ഈ 4 വാർഡുകളുടെ വിഹിതം 3 ലക്ഷം രൂപ വീതം ചേർത്ത് 12 ലക്ഷം രൂപ വകയിരുത്തി നിർമ്മാണം തുടങ്ങാനിരിക്കെയാണ് റോഡ്. പൊതുമരാമത്ത് വകുപ്പ് 36 ലക്ഷം രൂപ എസ്റ്റിമേറ്റ് തയ്യാറാക്കി നിർമ്മാണ അനുമതി ലഭിച്ചെങ്കിലും ടെൻഡർ നടപടികൾ വൈകുന്നത്. ഇതാണ് റോഡിന്റെ പുനർനിർമ്മാണം നീളുന്നതെന്ന് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ G ജയദേവ്, ഗോപൻ ചെന്നിത്തല, കീർത്തി വിപിൻ, ഷിബു കിളിയമ്മൻ തറയിൽ എന്നിവർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, മാന്നാർ.